ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്ര മാനസയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങളെല്ലാം നൽകുകയാണ്. അതെല്ലാം കേട്ട് മാനസയും തിരിച്ചു പറയുന്നുണ്ട്, പണ്ട് ഞാൻ കൃഷ്ണനെ കിട്ടണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയും കരയുകയും ഒക്കെ ചെയ്തു. എനിക്ക് എന്തോ ഒരു കുറവുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. പക്ഷെ ഇനിയിപ്പോ പന്ത് ഞാൻ അവരുടെ കോർട്ടിലേക്ക് ഇട്ട് കൊടുക്കുക, അവർ കളിക്കട്ടെ, അതാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട് സുമിത്രയും. അതേസമയം തന്നെ ബലരാമനുമായി എപ്പോഴും കണക്ട് ചെയ്ത് തന്നെ ഉണ്ടാവുകയും വേണം, അക്കാര്യത്തിൽ ഉറപ്പ് കൊടുക്കുന്നുണ്ട് മാനസയും. ഇനി ഞാൻ അകന്നു നിന്നാലും ബലരാമൻ എൻ്റെ അടുത്തേക്ക് പറന്നു വരും, അത് ഞാൻ ഉറപ്പാക്കി കഴിഞ്ഞു. എല്ലാം കേട്ടിട്ട് സുമിത്ര മാനസയെ അഭിനന്ദിക്കുന്നുണ്ട്. നീ കൊള്ളാലോ എന്ന് പറയുമ്പോൾ, അതെ, എനിക്കിപ്പോൾ എന്നോടൊരു മതിപ്പ് തോന്നി തുടങ്ങി. കൃഷിന്റെ പിന്നാലെ നടന്ന് ഞാൻ എൻ്റെ വില തന്നെ കളയുകയായിരുന്നു. അതിന് പ്രായശ്ചിത്തമായി മറ്റുള്ളവരെ ഞാൻ എൻ്റെ പുറകെ നടത്താൻ ഒരുങ്ങിയ. അതേസമയം സുമിത്ര ഓർമ്മിപ്പിക്കുന്നുണ്ട്, എല്ലാം നടന്നു കഴിയുമ്പോൾ എന്നെയും നിന്റെ പുറകെ നടത്തരുതെന്ന്. ധാരണപ്രകാരം തീരുമാനിച്ചതെല്ലാം എനിക്ക് വേണ്ടി നീ ചെയ്തു തരണം. അതിലുറപ്പ് കൊടുക്കുന്നുണ്ട് മാനസയും. ഒന്നും മറക്കുന്നവളല്ല ഈ മാനസ. അത് നല്ലതായാലും ശരി, ചീത്തയായാലും ശരി, മറക്കില്ല ഒരിക്കലും. എന്തായാലും ബലരാമന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു എന്നുള്ളത് ഉറപ്പായി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രാമനെക്കുറിച്ച് എനിക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയണം. സ്വഭാവം, സാമ്പത്തികം, രീതികൾ, ഇഷ്ടങ്ങൾ, അതെല്ലാം സുമിത്ര ഇപ്പോൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിനക്ക് അവന്റെ സ്വഭാവം ഏതാണ്ടൊക്കെ കുറച്ച് മനസ്സിലായി കാണുമല്ലോ. നിഷ്കളങ്കരിൽ നിഷ്കളങ്കൻ, അത്രേ എനിക്ക് അവനെ കുറിച്ച് പറയാൻ പറ്റൂ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ എന്ത് ചെയ്യും. ഇത് കേൾക്കുന്ന മാനസ ബലരാമന് ദേഷ്യം വരുമോ എന്ന് ചോദിക്കുമ്പോൾ, വരും. എപ്പോഴാണെന്നറിയോ, അവൻ സ്നേഹിക്കുന്നവരെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവൻ പിന്നെ ഭ്രാന്തനാവും. സുമിത്ര ഇങ്ങനെ ബലരാമനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ ബലരാമൻ കൃഷ്ണനെയും കൺമണിയെയും രക്ഷിക്കാനായി കാറിൽ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, മംഗളവനം ലക്ഷ്യമാക്കിക്കൊണ്ട്. ഇവിടെ വരുണിന്റെ കാര്യം വളരെ കഷ്ടമാണ്. എന്നെ രക്ഷിക്കാൻ പറഞ്ഞ് വരുൺ വലിയ വയൽ കരയുമ്പോൾ ഗുണ്ടസുനി വരുണിനെ വിരട്ടി നിർത്തുന്നുണ്ട്. അതേസമയം കൃഷ് വരുണിനോട് പറയുന്നുണ്ട്, നിനക്ക് ഇങ്ങനെ തന്നെ വേണം വരുണേ, ഞങ്ങളെ പെടുത്താൻ നോക്കിയിട്ട് ഇപ്പൊ നീയും പെട്ടില്ലേ. അതേസമയം വിശ്വേട്ടനെ വിളിച്ച് പറയുന്നുണ്ട്, എനിക്ക് ആശുപത്രിയിൽ ഭക്ഷണം കൊടുക്കേണ്ടതാടാ, എന്നെ അവിടെ കണ്ടില്ലെങ്കിൽ എന്റെ പിള്ളേർ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമെന്ന്. ഏതായാലും ബലരാമൻ എത്തിച്ചേരുന്നുണ്ട് കൃഷ്ണൻ കൺമണിയും നിൽക്കുന്ന ആ സ്പോട്ടിന്റെ അടുത്തായിട്ട്. അവിടെ കുറെ കാറുകൾ നിർത്തിയിട്ടിരിക്കുന്ന കാണുമ്പോൾ ബലരാമൻ അതെല്ലാം പരിശോധിക്കുന്നുണ്ട്, അതിനെങ്ങാനും കൃഷ്ണൻ കൺമണി ഉണ്ടോന്ന്. ഇല്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ് നിലംപരിശായി കിടക്കുന്ന മരത്തിനെയെല്ലാം ചാടിക്കടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. മാനസയാണെങ്കിൽ ഇവിടെ പിന്നെയും സുമിത്രയോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ബലരാമനെ കുറിച്ച്. ഞാൻ അയാളെ പറ്റിക്കുകയാണെന്ന് അയാൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കട്ടെ, എന്തായിരിക്കും ബലരാമന്റെ പ്രതികരണം? അപ്പൊ സുമിത്ര പറഞ്ഞു കൊടുക്കും, അവിടെയും അവൻ പാവത്താലാണ്, നല്ലവണ്ണം കരഞ്ഞ് നീ അങ്ങ് അഭിനയിച്ചാൽ മതി. അടുപ്പമുള്ളവരുടെ കണ്ണീരിലെലിയുന്ന പിഞ്ചു മനസ്സാണ് അവൻ്റേത്. എത്രയോ പ്രാവശ്യം ഞാൻ അവനെ കണ്ണീരിൽ വീഴ്ത്തിയിരിക്കുന്നു. അവസാന സമയത്ത് കണക്കുകൂട്ടലുകൾ അല്പം ഒന്ന് തെറ്റി, അത് പക്ഷെ എന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയെ. അതേസമയം മാനസ പറയുന്നുണ്ട്, ബലരാമനെ കുറിച്ച് ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ കൃഷ്ണനെ കുറിച്ചാണ് ഓർക്കുന്നത്. മൂക്കിന്റെ അറ്റത്താണ് അവന് ദേഷ്യം. പിന്നെ സ്വയം ആരോ ആണെന്നുള്ളൊരു ഭാവവും കണ്ണീരും കാലുപിടുത്തും ഒന്നും മനസ്സിളക്കില്ല. ബലരാമന്റെ അടുത്ത് എങ്ങും എത്തില്ല കൃഷ്. പിന്നെ മറ്റുള്ള പെണ്ണുങ്ങളെ ശ്രദ്ധിക്കില്ലെന്നല്ലേ പറഞ്ഞത്? ഒരു പെണ്ണുമായിട്ടും ബലരാമന് അടുപ്പം ഉണ്ടായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാനും ഭാഗ്യശ്രീയും അവന്റെ ജീവിതത്തിലുണ്ടായിരുന്ന രണ്ട് സ്ത്രീകൾ, അതായത് അമ്മയും പെങ്ങളും. മറ്റൊരു പെണ്ണിനെ അവൻ നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും മാനസയ്ക്ക് ബലരാമനെ കുറിച്ച് കൂടുതൽ മതിപ്പ് തോന്നുകയാണ്. കൃഷിനേക്കാൾ എത്രയോ മുകളിലാണ് ബലരാമനെന്നും. ഒരു സമയത്ത് കൃഷി നോക്കാത്തതും തൊടാത്തതുമായിട്ട് ഒരു പെണ്ണുങ്ങളും ഈ നഗരത്തിൽ ഉണ്ടായിരിക്കില്ല. കൺമണി വന്നതിന് ശേഷമാണ് കൃഷിന് മാറ്റം ഉണ്ടായത്. അപ്പൊ കൃഷുവായി നോക്കുമ്പോൾ പരിശുദ്ധിയുടെ നിറകുണം, അതാണ് ബലരാമൻ അല്ലെ? അതേ മാനസ, അവൻ പരിശുദ്ധനാണ്, ശുദ്ധനുമാണ്. ഉടനെ മാനസ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ആഹാര കാര്യങ്ങളിൽ എന്തെങ്കിലും നിർബന്ധമുണ്ടോ ബലരാമന്? സ്നേഹിക്കുന്നവരുടെ കൈകൊണ്ട് എന്ത് കൊടുത്താലും അവൻ വാങ്ങിക്കും മോളെ. പിന്നീട് ബലരാമന്റെ ആസ്തിയെക്കുറിച്ചൊക്കെ മാനസ തിരക്കുന്നുണ്ട്. അപ്പൊ സുമിത്ര പറയാണ്, നീ ഇത് ആദ്യമായിട്ട് എന്നോട് ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. ബലരാമന്റെ സ്വത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കൃഷിന്റെ ആസ്തി വേണ്ട, സാഗർ കുടുംബത്തിന്റെ ആകെ സ്വത്ത് എത്രയുണ്ടാകും? അത് പിന്നെ മോശമല്ലാത്തൊരു അസറ്റ് ഉണ്ടാവും. അലിക നല്ല ലാഭത്തിൽ പോകുന്ന കമ്പനിയല്ലേ. മാത്രമല്ല പലയിടത്തുമായിട്ട് വില്ല, എസ്റ്റേറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് അവർക്ക്. ഇത് കേൾക്കുന്ന സുമിത്ര, അതെല്ലാം കൂട്ടി ഒരു വില നീ ഇട്ടോ, എത്ര വരും എന്ന് ചോദിക്കുമ്പോൾ മാനസ പറയുകയാണ്, ഒരു ഏകദേശം അഭിപ്രായം പറയുകയാണ്, 750 കോടിയുടെ ആസ്തിയൊക്കെ കാണുമായിരിക്കുമെന്ന്. അത്രയൊക്കെ ഉണ്ടാവുമോ ബലരാമനും എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര ചിരിച്ചുകൊണ്ട് പറയുന്നു, 3000 കോടിയാണ് അവന്റെ ആസ്തി. മാനസയ്ക്ക് കണ്ണ് തള്ളി പോവുകയാണ്. വിശ്വസിക്കാനാവാതെ വീണ്ടും എത്ര എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സുമിത്ര വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, 3000 കോടി. ഞാനിത് പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ല, സത്യമാണ്. മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, റഷ്യ, അങ്ങനെ ലോകമെമ്പാടും പരന്നു കിടക്കുന്ന ബിസിനസ്സാണ് അവൻ്റേത്. അലിക സാഗറിന്റെ ഏറ്റവും വലിയ കമ്പനിയാണെങ്കിൽ BR ഡിസൈൻസ്
ബലരാമന്റെ ഏറ്റവും ചെറിയ ബിസിനസ്സാ. അത് തന്നെ അലികയേക്കാൾ വലുതാണെന്ന് നീ ഓർമ്മിക്കണം. അതുകൊണ്ട് മാനസേ, ബലരാമനുമായിട്ടുള്ള നിന്റെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ തലപ്പത്ത് നീയ. മാത്രമല്ല, അലികയും നിന്റെ കീഴിലാവും. നീയെ വിരഞ്ഞൊടിക്കുന്നതിനനുസരിച്ചായിരിക്കും അവരവിടെ കാര്യങ്ങൾ നടത്തുന്നത്. ആ പീക്കിരി കൃഷാണ് നിന്നെ കെട്ടിയിരിക്കുന്നതെന്നിരിക്കട്ടെ, പിന്നെ എന്തായിരിക്കും നിന്റെ ജീവിതം? ഇതിപ്പോ നീ വിചാരിച്ച പോലെ അവരോട് പ്രതികാരവും വീട്ടും സ്വപ്നം കണ്ടതിനേക്കാൾ സുന്ദരമായി ജീവിക്കുകയും ചെയ്യാം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിന്റെ ലാഭങ്ങളുടെ ഒരു വിഹിതം എനിക്കുള്ളതാണ്. അവിടെ പിന്നെ തർക്കവും വഴക്കവും ഒന്നും ഉണ്ടാവരുത്. മാനസ അതെല്ലാം ഏൽക്കുന്നുണ്ട്. തുടർന്ന് മാനസ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, സാഗരങ്ങളും ആന്റിയും ബലരാമനെ ഉപേക്ഷിച്ചൊന്നുമല്ലേ ആന്റി എന്നോട് പറഞ്ഞത്? പക്ഷേ അവരിൽ നിന്ന് നിങ്ങൾ തട്ടിയെടുത്തതായിട്ടാണല്ലോ ഇപ്പൊ കേൾക്കുന്നത്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? സുമിത്ര ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട്, നമുക്ക് അതൊക്കെ പിന്നീട് സംസാരിക്കാം, ഇപ്പൊ നമുക്ക് ഭാവി കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാം, അത് മതി. അങ്ങനെ തിരിച്ചു പറയുകയാണ്, ഇവിടെ വരുണിന്റെ അച്ഛൻ ഇത്രയും നേരമായിട്ട് പൈസയുമായിട്ട് വരാത്തതിനും തുടർന്ന് സുനി ആകെ കലിപ്പാവുന്നുണ്ട്. ഇനി എല്ലാവരെയും ഞാൻ തീർക്കാൻ പോവാന്നൊക്കെ സുനി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും വരുണിനാകെ പേടിയാവാൻ തുടങ്ങി. എന്റെ കൺമണിയെ മാത്രം ഒന്നും ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സുനിയാണെങ്കിൽ വരുണിന്റെ തലയിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് പറയാ, കൺമണിയല്ലടാ, നിന്നെയാടാ ഞാൻ ആദ്യം തീർക്കാൻ പോകുന്നത് എന്ന്. എന്നാൽ അതേ സമയത്താണ് അത് സംഭവിക്കുന്നത്. നമ്മുടെ ബലരാമൻ അങ്ങോട്ട് മിന്നൽ വേഗത്തിലെത്തി എടാന്ന് വിളിച്ചുകൊണ്ട് ചാടി വന്ന് സുനിയെ ചവിട്ടി വീഴ്ത്തുകയാണ്. വിശ്വനും കൺമണിക്കും ഒക്കെ ബലരാമൻ എത്തിയത് കണ്ടപ്പോഴത്തേക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. പക്ഷെ കൃഷിന്റെ മുഖത്തിന് ഇപ്പോഴും തെളിച്ചമില്ല. ദേഷ്യത്തോടെ തന്നെയാണ് ബലരാമനെ നോക്കുന്നത്. ബലരാമനാണ് തന്നെ ചവിട്ടി വീഴ്ത്തിയതെന്ന് അറിഞ്ഞപ്പോൾ ബലരാമനെ മുൻപേ പരിചയമുള്ള സുനി, അപ്പൊ നീയാണല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ബലരാമനാണെങ്കിൽ അപ്പോഴാണ് സുനിയെ ശ്രദ്ധിക്കുന്നത്. അത് ശരി, അപ്പൊ നീയാണല്ലേ എന്റെ അനിയനെയും അനിയത്തിയും തട്ടിക്കൊണ്ട് പോകുന്നത്? അത് നന്നായടാ, ജയിലിലെ കണക്ക് നമുക്ക് ഈ കാട്ടിൽ വെച്ച് തീർക്കാം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് സുനിയുടെ നേർക്ക് പാഞ്ഞു പോവുകയാണ് ബലരാമൻ. ഈ ഒരു ഗ്യാപ്പ് നോക്കി വിശ്വേട്ടനാണെങ്കിൽ കൃഷിന്റെയും കൺമണിയുടെയും ഒക്കെ കെട്ടഴിച്ച് അവരെ സ്വതന്ത്രരാക്കുന്നു. പിന്നീട് കൃഷ് ആണെങ്കിൽ ആവേശത്തോടെ ബലരാമനോടൊപ്പം ചേർന്ന് ഗുണ്ടകളെ നേരിടുകയാണ്. വരുണാണെങ്കിൽ അപ്പോഴും കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ്. അവിടെ നടക്കുന്ന അടിപിടിയൊക്കെ കണ്ട് വരുണിനിങ്ങനെ അന്തിച്ചു നിൽക്കാനേ കഴിയുന്നുള്ളൂ. എന്തായാലും പിന്നീട് അവിടെ നടന്നത് ബലരാമന്റെയും കൃഷിന്റെയും തകർപ്പൻ പ്രകടനം തന്നെയായിരുന്നു. ഗുണ്ടകളെ എല്ലാം രണ്ടുപേരും ചേർന്ന് നിലംപരിശാക്കിയെന്ന് പറയാം. ഗുണ്ടകളെയൊക്കെ ഇവരടിച്ച് അവശരാക്കുന്നത് കണ്ടിട്ട് നമ്മുടെ സുനിക്കും പേടി പിടിക്കുകയാണ്. ഇനി ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന സുനിയാണെങ്കിൽ പിന്നീട് ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചാടി രക്ഷപ്പെടുകയാണ്. പിന്നീട് കൃഷ് ആണെങ്കിൽ ബലരാമനോട് താങ്ക് യു പറയുകയാണ്. എന്തിനെന്ന് ബലരാമൻ ചോദിക്കുമ്പോൾ കൃഷ് പറയണം, ഞങ്ങളെ രക്ഷിച്ചതിന്. എന്നാൽ ബലരാമൻ പറയുന്നത് ഇങ്ങനെയാണ്, അനിയൻ ആപത്തിൽപ്പെട്ടെന്നറിഞ്ഞാൽ ഏട്ടൻ രക്ഷിക്കണ്ടേ? നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടാവുമെന്നൊരു സംശയം അച്ഛന് തോന്നി. എന്നെയായിരുന്നു സംശയം, പക്ഷെ അതിൽ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. എന്റെ പ്രൊഫൈൽ അങ്ങനെയാണല്ലോ. നിന്റെ കാർ ട്രാക്ക് ചെയ്തിട്ടാണ് പിന്നീട് ഞാൻ ഇവിടെ എത്തിയത്. ബലരാമന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ കൃഷ് ആണെങ്കിലും പറയുന്നുണ്ട്, കൃത്യസമയത്ത് തന്നെയാണ് നിങ്ങളിവിടെ എത്തിയതെന്ന്. എന്നാൽ ഇപ്പോഴല്ല, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ടി കൃത്യമായി ഈ ഏട്ടൻ എത്തുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ് ബലരാമൻ. അത് ഏട്ടന്റെ ഒരു കടമയല്ലേ. പിന്നെ എന്നോട് താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല. താങ്ക്സ് പറയണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിലേ താങ്ക്സ് ഏട്ടാന്ന് പറയണം. കൃഷ് അങ്ങനെ താങ്ക്സ് ഏട്ടാന്ന് തന്നെ പറയുകയാണ് ബലരാമനോട്. ബലരാമനും നിറഞ്ഞ സന്തോഷം. കൃഷിനെ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും കെട്ടിപ്പിടിക്കുകയാണ് ബലരാമൻ. കൃഷ് അങ്ങനെ തന്റെ ഏട്ടനെ ഹൃദയപൂർവ്വം അംഗീകരിച്ച ആ ഒരു നിമിഷം കൺമണിയും വിശ്വനും ഒക്കെ ആണെങ്കിലും അതുകൊണ്ട് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ചിരിക്കുന്നുണ്ട്. കൃഷിന്റെയും ബലരാമന്റെ അടുത്തേക്ക് കൺമണിയും ചെല്ലുകയാണ്. ബലരാമനോടൊപ്പം തന്നെ കൺമണിയും ചേർത്ത് പിടിക്കുകയാണ് കൃഷ്. അങ്ങനെ അവർ 3 പേരും ഒത്തുചേർന്ന് സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് വരുൺ അവിടെ വന്നിട്ട് വിളിച്ചു പറയുന്നത്, എന്നെയും കൂടെ ഒന്ന് രക്ഷിക്കണേ എന്ന്. ബലരാമന് വരുണിനെ കണ്ടിട്ട് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. കൃഷ്ണനോട് ആരാണെന്ന് ചോദിക്കുമ്പോൾ വരുണിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ഇവനാണ് വരുൺ, ഗുണ്ടകളെ വെച്ച് ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയവൻ, കൺമണിയുടെ ജീവിതത്തിൽ സ്വസ്ഥത കൊടുക്കാത്തവൻ. പക്ഷെ ഇപ്പോ ഗുണ്ടകൾ അവനാണ് പണി കൊടുത്തത്. എന്തായാലും വിശ്വേട്ടനോട് പറഞ്ഞ് കൃഷി വരുണിന്റെ കെട്ടെല്ലാം അഴിപ്പിക്കുന്നുണ്ട്. വരുണപ്പം സന്തോഷത്തോടെ ഓടി വന്നിട്ട് പറയാം, എല്ലാം ഇപ്പൊ മംഗളമായിട്ട് അവസാനിച്ചല്ലോ, എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. ഇങ്ങനെയും പറഞ്ഞ് അവിടെ നിന്ന് തടിതപ്പം വരുൺ നോക്കുമ്പോൾ ബലരാമൻ വരുണിനെ പിന്നീന്ന് പിടിക്കുകയാണ്. എവിടെ പോവാണെന്ന് ചോദിക്കുന്നു. എന്നിട്ട് കൺമണി ചൂണ്ടിക്കാട്ടി, ഇത് ആരാണെന്നറിയോ? എന്റെ അനിയന്റെ ഭാര്യ, അതായത് എന്റെ അനിയത്തി. എന്റെ അനിയത്തിയെ തകർക്കാൻ നോക്കുന്നവനെ ഞാൻ വെറുതെ വിടൂ? ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞ് വരുണിന്റെ കാരണക്കുറ്റി നോക്കി ഒരൊറ്റ അടി കൊടുക്കുകയാണ് ബലരാമൻ. എന്നാൽ കൃഷി ബലരാമനോട് പറയും, വേണ്ട, അവനെ തല്ലണ്ടാന്ന്. കാരണം അവനെ തല്ലേണ്ടത് നമ്മളല്ല, കൺമണിയെ. കൺമണിക്ക് തല്ലാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ബലരാമനും കൃഷ്ണനും കൂടിയിട്ട്. കൺമണി, ഇതുവരെ ഇവൻ നിന്നോട് ചെയ്ത സകല ദുഷ്ടതരങ്ങളും മനസ്സിലാവായിച്ച് ഒരെണ്ണം നീ കൊടുത്തോ? ബലരാമൻ അത് പറഞ്ഞു തരേണ്ട നിമിഷം കൺമണി തന്റെ എല്ലാ ശക്തി ഉപയോഗിച്ച് ആഞ്ഞൊരടി വരുണിന്റെ ചെകിട്ടത്ത് കൊടുക്കുകയാണ്. വരുണിനെ വെറുതെ വിടാതെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകണമെന്നാണ് വിശ്വേട്ടന്റെ അഭിപ്രായം. ഇവനെ വണ്ടി കയറ്റി കൊണ്ടുപോകാൻ തന്നെ കൃഷി വിശ്വനോട് പറയുന്നു. വിശ്വൻ വരുണിനെ പിടിച്ചു വലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ആ കാഴ്ച കണ്ട് ചിരി ഇളക്കാനാവുന്ന നിൽക്കുകയാണ് ബലരാമനും കൃഷ്ണനും കൺമണിയും ഒക്കെ. മാത്രമല്ല അവർ പിന്നീട് അവിടെ നിൽക്കുന്നില്ല.
പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ സുമിത്രയോട് സംസാരിച്ച് എല്ലാം ധാരണയിലെത്തുന്ന മാനസ യാത്ര പറഞ്ഞു പോകാൻ തുടങ്ങുന്നതും പെട്ടെന്ന് മാനസയ്ക്ക് ഒരു ഫോൺ കോൾ കിട്ടുകയാണ്. ആന്റിയമ്മയാണ് വിളിക്കുന്നത്. ആന്റിയമ്മ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പൊ എവിടെയാണെന്ന്. ഞാനൊരു ഫ്രണ്ടിന്റെ വീട്ടിലാണെന്ന് മാനസ കള്ളം പറയുന്നത് കേൾക്കുമ്പോൾ ഏത് ഫ്രണ്ടിന്റെ വീട്ടിൽ എന്നൊക്കെ കുത്തി ചോദിക്കുകയാണ് ആന്റിയമ്മ. അത് ആന്റിയമ്മയ്ക്ക് അറിയില്ല എന്ന് മാനസ പറഞ്ഞിട്ടും ഞാൻ അറിയാത്ത ഏത് ഫ്രണ്ടാ നിനക്കുള്ളത് എന്നൊക്കെ തിരിച്ചും ചോദിക്കുന്നുണ്ട് ആന്റിയമ്മ. തുടർന്ന് മാനസ അല്പം ദേഷ്യത്തോടെ തന്നെ ആന്റിയമ്മയോട് പറയാം, ആന്റിയമ്മ വിളിച്ച കാര്യം പറ. ആന്റിയമ്മ അങ്ങനെ എന്തോ ഒരു മാറ്റർ മാനസയെ അറിയിക്കുന്നുണ്ട്. ആന്റിയമ്മയുമായി സംസാരിച്ച ശേഷം മാനസ പിന്നീട് സുമിത്രയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ സുമിത്രയാണെങ്കിലും ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു ഫോണിൽ സംസാരം? എന്തോ അന്താരാഷ്ട്ര ചർച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ മാനസ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബലരാമന്റെ വിഷയം തന്നെ. ആള് സാഗർ കുടുംബത്തിന്റെ ഹീറോയായി. ഇപ്പോ കൺമണിയെ കല്യാണം നിശ്ചയിച്ച വരുൺ ഒരു അതിക്രമം കാണിച്ചു. കൺമണിയും കൃഷ്ണയും തട്ടിക്കൊണ്ടുപോയി. അപ്പോഴേക്കും സുമിത്ര അങ്ങോട്ട് ചോദിക്കുകയാണ്, ബലരാമൻ ഇടപെട്ട് അവരെ രക്ഷിച്ചു കാണുമെന്ന് അല്ലേ? മാനസയ്ക്ക് അതിശയാവുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ, എന്റെ രാമനെ എനിക്കറിയില്ലേ മാനസെ, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നെ കൊടുക്കുമെന്ന്. എന്തായാലും മാനസ സുമിത്ര അറിയിക്കുന്നുണ്ട്, ബലരാമനെ ഇപ്പൊ അവിടെ എല്ലാവരും കാത്തു നിൽക്കുകയാണ്. കൃഷ്ണയും കൺമണിയും കൊണ്ട് ബലരാമൻ ഇപ്പൊ അങ്ങോട്ട് പോകുമത്രേ. ബലരാമന് വലിയ സ്വീകരണം തന്നെ വീട്ടിൽ കൊടുത്തേക്കും. കൃഷ്ണന് ബലരാമനോട് പിണക്കമൊക്കെ മാറിയെന്നാണ് ആന്റിയമ്മ പറഞ്ഞത്. എല്ലാം അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും സുമിത്രയും അഭിപ്രായപ്പെടുന്നുണ്ട്, എല്ലാം നല്ലത് തന്നെ മാനസ. പക്ഷേ ബലരാമനോടുള്ള സ്നേഹം അതവിടെ എല്ലാവരും കൂടെ വീതിച്ചങ്ങ് എടുക്കരുത്. അത് നിന്റെ പിടിയിൽ തന്നെ നിൽക്കണം. അച്ഛനെയും അമ്മയും അനിയത്തെയും അനിയനെയൊക്കെ കിട്ടിയ സന്തോഷത്തില് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് ബലരാമൻ നിൽക്കുന്നത്. അവൻ നിന്നെ മാത്രമേ പക്ഷെ സ്നേഹിക്കാവൂ. വൈകാതെ തന്നെ ബലരാമന്റെ ശത്രുക്കളാവേണ്ടവരാണ് സാഗറും കൃഷ്ണയും കൺമണിയും ഒക്കെയും. അതുകൊണ്ട് തന്നെ ബലരാമന് നീയുമായിട്ടുള്ള കല്യാണം ഉടൻ തന്നെ നടക്കണം. ബലരാമൻ എന്നെ വിട്ട് പോകില്ലെന്ന് തന്നെ അതിന് മറുപടിയായിട്ട് മാനസയും പറയുന്നുണ്ട്. അപ്പൊ സുമിത്ര വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, ബലരാമൻ നിന്നെ വിട്ട് പോകാതിരുന്നാൽ മാത്രം പോരാ, മറ്റാരെയും അടുപ്പിക്കുകയും ചെയ്യരുത്. പിന്നെ ആന്റിയമ്മയെ കൂടെ നിർത്തണം. ആന്റിയമ്മയിലൂടെ വേണം കാര്യങ്ങൾ നീക്കാൻ. ഒക്കെ ഞാൻ ഏറ്റെന്ന് സമ്മതിക്കുന്നുണ്ട് മാനസയും. ആന്റിയമ്മയിലൂടെ തന്നെയാണ് ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും ഞാൻ പോവുകയാണ്, വിവരങ്ങളൊക്കെ അപ്പപ്പോൾ തന്നെ അറിയിക്കാമെന്നും പറഞ്ഞ് മാനസ പോകാൻ തുടങ്ങുന്നതും തങ്ങൾക്ക് ഉടനെ തന്നെ ജാമ്യം കിട്ടുമെന്നുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം സുമിത്ര മാനസയെ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് നീങ്ങാമെന്നുള്ള പ്രതീക്ഷയും മാനസയുമായിട്ട് പങ്കുവയ്ക്കുന്നു. മാനസയെ അങ്ങനെ പറഞ്ഞു വിട്ട ശേഷം സുമിത്ര മനസ്സിൽ ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, എടി മാനസേ, ബലരാമനെ കിട്ടിക്കഴിഞ്ഞാൽ നീ എങ്ങാനും കാലും അറിയാം, പിന്നെ നീ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെയാണ്. കൃഷ്ണൻ കൺമണിയും അങ്ങനെ സാഗറിന്റെ വീട്ടിൽ എത്തിച്ചേരുമ്പോൾ സുജാതയാണെങ്കിൽ കൃഷ്ണനെ കെട്ടിപ്പിടിച്ച്, മോനെ നീ എത്തിയല്ലോ എന്നുള്ളൊരു ആശ്വാസത്തില് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബലരാമനാണ് അവരെ രക്ഷിച്ചതെന്നും കൂടെ അറിയുമ്പോഴേക്കും സുജാത ബലരാമനോട് പറയാണ്, മാപ്പ് തരണം മോനെ, എനിക്ക് രാവിലെ ഏതോ ഒരു നിമിഷം അറിയാതെ ഞാൻ നിന്നെ സംഭവിച്ചു പോയി. എന്നാൽ അപ്പോഴേക്കും കൃഷ്ണ സന്തോഷത്തോടെ വന്നിട്ട് ബലരാമന്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് പറയാണ്, അമ്മേ, അതൊക്കെ ഞങ്ങൾ സംസാരിച്ച് തീർപ്പാക്കി കഴിഞ്ഞു. അമ്മയുടെ സ്ഥാനത്ത് ആരാണെന്നുണ്ടെങ്കിലും സംശയിച്ചു പോകുമല്ലോ, അതൊരു തെറ്റല്ലെന്ന് ബലരാമനും പറയുന്നുണ്ട്. സാഗറാണെങ്കിൽ കൃഷ്ണന്റെയും ബലരാമന്റെയും തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, ഇനി എനിക്ക് ശക്തിയായിട്ട് എന്റെ ഇടവും വലവും 2 മക്കളും വേണം. ബലരാമനും കൃഷ്ണനും. കൃപ അത് കാണുമ്പോഴത്തേക്കും പിണങ്ങുന്നുണ്ട്. പരിഭവത്തോടെ ചോദിക്കുന്നുണ്ട്, അപ്പോ കൃപ വേണ്ടാന്ന് അല്ലേ? അല്ലെങ്കിലും അങ്ങനെയാ. ഒരു നേട്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ പിന്നെ ഒറ്റ ടീമാ. കൂടെ നിന്നവരെയും സപ്പോർട്ട് ചെയ്തവരെയും ഒന്നും വേണ്ട. എന്നാൽ നീയല്ലേ ഇവരുടെയൊക്കെ ലീഡർ എന്ന് പറഞ്ഞ് കൃപയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് സാഗർ. അപ്പോ നീ ഇല്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇതുവരെ എത്തില്ലായിരുന്നല്ലോ. കൃപയും അത് കേട്ട് ഹാപ്പി ആകുന്നു. അങ്ങനെ കളിചിരികളും തമാശകളും ഒക്കെ ആയിട്ട് ആ കുടുംബം ഒന്നായിരിക്കുകയാണ്. എല്ലാവരും സ്നേഹത്തോടെ ചേർന്ന് നിന്നപ്പോൾ അവിടെ മുഴുവൻ സമാധാനവും സന്തോഷവും ഒക്കെ ആയി. എന്നാൽ ഇതിനിടയിൽ കൺമണി മാത്രം വിട്ടു നിൽക്കുന്നത് കാണുമ്പോൾ സാഗർ കൺമണിയും അടുത്ത് വിളിക്കുന്നുണ്ട്. കൺമണിയാണെങ്കിൽ ഒന്ന് മടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ കൃപ തന്നെ മുന്നോട്ട് വന്നിട്ട് കൺമണിയോട് പറയും, യഥാർത്ഥ ലീഡർ മാറി നിൽക്കുകയാണല്ലേ? പിന്നെ ബലരാമേട്ട, ഇയാളെ കണ്ടോ, സൂപ്പർ ഫൈറ്റ് മാസ്റ്റർ കൂടിയാണ് കേട്ടോ. കഥകളൊക്കെ ഞാനും കുറെ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, എത്ര ഓഫറുകൾ കൊടുത്തിട്ടും അലിഗയെ വിട്ട് BR വരാത്ത ആളല്ലേ? അങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട് ബലരാമനും. അപ്പൊ കൃപ പറയും, വരില്ലല്ലോ, BR എന്നല്ല, ലോകത്തെ വേറെ ഒരു കമ്പനിയിലും പോവില്ല. കാരണം എന്താ? കൺമണിയുടെ ആത്മാവ് അലിഗയിലല്ലേ? കൃഷ്ണനെ നോക്കി കൃപ അത് പറഞ്ഞപ്പോ കൃഷ്ണനാണെങ്കിലും നാണാവുന്നുണ്ട്. ബലരാമനും സാഗറും ഒക്കെ ചിരിക്കും. എന്നാൽ കൺമണിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സുജാതയുടെ ആന്റിയമ്മയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. കൺമണി അലിഗയുടെ സ്വകാര്യ സ്വത്താണെന്ന് വരെ കൺമണിയെ പ്രശംസിച്ചുകൊണ്ട് പറയുകയാണ് സാഗറും. തുടർന്ന് സാഗർ ആ വരുണിനെ എന്ത് ചെയ്തെന്ന് കൃഷ്ണനോട് ചോദിക്കുമ്പോൾ അവനെ വിശ്വേട്ടന് വിട്ടുകൊടുത്തു. മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കുന്ന പോലെ, ബാക്കിയൊക്കെ അവര് നോക്കിക്കൊള്ളുന്നേ. ആ പറഞ്ഞത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട്.